വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ് കേട്ടോ. കോക്കി പൊറോട്ട ഒനിയൻ ഉപയോഗിച്ചിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു പൊറോട്ട. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അനാർദാന പൗഡറാണ്, നമ്മുടെ പോമഗ്രാനേറ്റിന്റെ സീഡ്സിന്റെ പൗഡറാണ്. ഇനി ആഡ് ചെയ്യുന്ന ഒരു 2.5 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള കൊറിയാൻഡറും കുമിൻ ജീരകവും കുരുമുളകും കൂടി ഞാനൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ അജ്വൈനാണ്, ഓമം. 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 2 പച്ചമുളക് നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. കോക്കി പൊറോട്ട പൊതുവെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാവുക. ഇനി അതിലേക്ക് 1 കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആഡ് ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ ആണ്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൊറിയാൻഡർ. കുറച്ച് നല്ലവണ്ണം വേണം. ഇതെല്ലാം കൂടി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി എല്ലാ സ്ഥലത്തും ആവുന്ന മാതിരി ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ സ്ഥലത്തും അതെല്ലാം പിടിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അല്ല എങ്കിൽ ബട്ടറോ ഗീയോ ഒഴിച്ചു കൊടുക്കാം, ഇട്ട് കൊടുക്കാം. ഓയിലും ഇതും നല്ലവണ്ണം വേണം കേട്ടോ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രംബിൾ ചെയ്യാം. നമുക്ക് എല്ലാ സ്ഥലത്തും ആ ഓയിലിനെ പിടിപ്പിക്കണം നന്നായിട്ട്. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, എന്നാലേ എല്ലാ സ്ഥലത്തും ഓയിലൊക്കെ എത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തി മാവുമാരി ആവരുത്, അത്രയും സോഫ്റ്റ് ഡോ അല്ല വേണ്ടത്, കുറച്ച് ടഫ് ആയിട്ടുള്ള ഡോ ആണ് വേണ്ടത് നമുക്ക്. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഏകദേശം ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ്. 2 മിനിറ്റ് കേട്ടോ. ഇപ്പൊ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിനെ ഇപ്പൊ തന്നെ റോൾ ചെയ്തെടുത്ത് പരത്തിയെടുത്ത് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇപ്പോൾ കോക്കി പൊറോട്ട പൊതുവെ ഒരു തിക്കായിട്ടാണ് കിട്ടുക കേട്ടോ. തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ പിന്നെ ഒനിയൻ ചപ്പാത്തിയാവും. തിക്കായി പരത്തി മീഡിയം ഫ്ലെയിമിലാണ് ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും. ഇത് കണ്ടോ, കുറച്ച് തിക്കായിട്ട് വേണം ഉണ്ടാക്കണമെങ്കിൽ. തിക്കല്ല എങ്കിൽ അതൊരു ഒനിയൻ ചപ്പാത്തിയായി മാറും കേട്ടോ. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ചുട്ടെടുത്തിട്ട് വരാം. അപ്പൊ കോക്കി പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് ഓരോന്നായി ഉണ്ടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓയിൽ നല്ലവണ്ണം മുകളിൽ തടവി കൊടുക്കണം. ഓരോ പ്രാവശ്യം മറിച്ചിടുമ്പോഴും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. മെല്ലെ ആവുള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ സ്പീഡിൽ നമ്മുടെ കോക്കി പൊറോട്ട ഉണ്ടാവില്ല. കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ അതിന്റെ കോക്കി പൊറോട്ട ടെക്സ്ചറും ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇതിന്റെ കൂടെ പൊതുവെ റായത്തയാണ് കഴിക്കുക. നമ്മൾ തൈരിൽ സലാഡ് പോലുള്ളതാണ് കഴിക്കുക. ഇപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തോരനൊക്കെ കേട്ടോ, ചിലപ്പോൾ ക്യാബേജ് തോരനൊക്കെ ഇവിടെ കിട്ടുന്നത്. ഇപ്പൊ ഇതാ റെഡി ആയിട്ട് കണ്ടോ. ടെക്സ്ചർ പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റും ആണ്, ടേസ്റ്റിയുമാണ് ഇത്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.